നവീൻ ബാബുവിൻ്റെ കുടുംബവും കേരളത്തിലെ പ്രതിപക്ഷവും ആരോപിച്ചതുപോലെ ആ മരണത്തിന് ഉത്തരവാദി CPM-ൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാണ്. ഗവൺമെൻറ് നിയോഗിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഒരാളുടെ മരണത്തിന് ഒരു ഡെപ്യൂട്ടി കളക്ടർ ADM ആയിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കി. വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളക്ടറുമായിട്ട് കൂടിയാലോചിച്ച് വിളിക്കപ്പെടാത്തൊരു സദസ്സിൽ ചെന്ന് അദ്ദേഹത്തെ അപമാനിച്ച് അത് പ്രത്യേകമായൊരു വീഡിയോയിലെടുത്ത് ആ വീഡിയോയുടെ ഫുട്ടേജ് വാങ്ങിച്ച് അത് വ്യാപകമായി പ്രചരിപ്പിച്ച് സത്യസന്ധനായ ഒരു കൈക്കൂലി പോലും ഈ കേസിൽ വാങ്ങിക്കാത്ത ഒരാളെന്ന് ഈ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെ അധിക്ഷേപിച്ച് അപമാനിച്ച അയാളെ ആത്മഹത്യയിലേക്ക് വയ്ക്കുകയുണ്ടായി. അവരോട് ഈ CPM എന്താണ് ചെയ്തത്? ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി. ഈ MV ഗോവിന്ദൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങളോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഇതിലെ പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജയിലിൽ സ്വീകരിക്കാൻ MV ഗോവിന്ദൻ ആരെയാണ് പറഞ്ഞു വിട്ടത്? സ്വന്തം സഹധർമ്മിണിയെ പറഞ്ഞു വിട്ടു. എന്ത് മെസ്സേജാണ് CPM ഈ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്? എന്ത് മെസ്സേജാണ് കൊടുത്തത്? ഞാനൊരു ഗുരുതരമായൊരു ചോദ്യം ഉയർത്തിയിരുന്നു. പെരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തൻ്റെ ഒന്നും അല്ല ഈ പമ്പ്. പ്രശാന്തന് ആ പമ്പ് കോടിക്കണക്കിന് രൂപ വേണം. ആ സ്ഥലവും എല്ലാം കൂടി ആ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വേണം. പ്രശാന്തൻ്റെ അല്ല പമ്പ്. ഈ പമ്പ് ആരുടേതാണ് എന്നുകൂടി പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടണം, പുറത്തു വരണം. പമ്പ് ആരുടെ, ആർക്ക് വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്ര വാശിയോടുകൂടി? ആ ഉദ്യോഗസ്ഥൻ ഒരു നടപടിക്രമം തെറ്റിച്ചിട്ടില്ല, ഒരു ദിവസത്തെ കാലതാമസം വന്നിട്ടില്ല. അപ്പോൾ റോക്കറ്റ് വേഗതയിൽ ഈ പമ്പിൻ്റെ NOC കിട്ടണം എന്നുള്ള വാശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടാകാൻ കാരണം എന്താ? അവർ ജയിലിലായപ്പോൾ അവരെ എന്തിനാണ് CPM നേതാക്കൾ ഭയപ്പെട്ടത്? അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ പറഞ്ഞു വിട്ട് അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം അവർക്കറിയാവുന്ന രഹസ്യം പുറത്തു പറഞ്ഞാലും പാർട്ടി അപകടത്തിലാവും. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ഷെയ്ഡി ഏർപ്പാട് ഉണ്ട്. ആ പമ്പ് ആരുടേതാണ്? ആരുടെ ബിനാമി പണമാണ് ആ പമ്പ്? അവർ കൂടി ഈ മരണത്തിൽ ഉത്തരവാദികളാണ്. ആ യാഥാർത്ഥ്യം കൂടി പുറത്തു വന്ന് എല്ലാവരും അത് മൂടി വയ്ക്കുക. പ്രശാന്തൻ്റെ പമ്പല്ലെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പ്രശാന്തൻ്റെ അതിനുള്ള ശേഷിയിൽ പ്രശാന്തൻ ബിനാമിയാണ്. ആ പമ്പ് ആരുടേതാണ് എന്നുകൂടി CPM-ഉം ഗവൺമെൻറ്റും വ്യക്തമാക്കണം. ഈ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഇത്ര ഒരു ഉയർന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് ഇടയാക്കിയ ഈ ക്രൂരമായ സംഭവത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയെടുക്കണം. ഇവിടെ അവരെ സംരക്ഷിച്ചു നിർത്തുന്ന CPM-ഉം പ്രതിക്കൂട്ടിലാണ്, ഭരണകക്ഷിയും പ്രതിക്കൂട്ടിലാണ്. അന്വേഷണത്തിന്റെ ഭാഗമാകണമല്ലോ ഈ റിപ്പോർട്ട്. പോലീസ് അന്വേഷിച്ചാൽ ഇതേ വിവരമല്ലേ കിട്ടേണ്ടത്? ഇത് ആ കുടുംബവും പറഞ്ഞ ഇത് തന്നെയാണ്, ഞങ്ങളും പറഞ്ഞത് തന്നെയാണ്. അത് വ്യക്തമായി